വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, എന്റെ മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡിഷന്റെ ഒരു പ്രോബ്ലം ആണ്. പക്ഷേ ഇതൊരു 3 ഡിജിറ്റ് നമ്പർ ആണ്, 3 അക്ക സംഖ്യയാണ് കേട്ടോ. അപ്പൊ 3 അക്ക സംഖ്യകൾ കൂട്ടാൻ എന്റെ കുട്ടികൾക്ക് എളുപ്പത്തിൽ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ തരുന്ന ചോദ്യത്തില് 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അടുപ്പിച്ച 3 നമ്പേഴ്സും അത് 3 ഡിജിറ്റ് നമ്പർ ആണ്. സോ നിങ്ങൾക്ക് ഇത് പല രീതിയിൽ പല തരത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ എന്റെ കുട്ടികൾ എല്ലാവരും ആഡ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നേരെ എഴുതിയിട്ട് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഞാനും എന്ത് ചെയ്യട്ടെ, ഒന്ന് നേരെ എഴുതി കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. 363 475 അല്ലെ, 475 750 ആണ് നമ്മളോട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, കൂട്ടി നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് കൂട്ടി നോക്കാം, എന്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം. സോ എത്രയാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് നോക്കാം. ഇങ്ങനെ നേരെ എഴുതിയിട്ട് നമുക്ക് വേഗം വേഗം കൂട്ടാൻ വേണ്ടി പറ്റൂ അല്ലെ. 3 5 3 5 കൂട്ടിയാൽ എത്ര വരും ഇവിടെ? 8. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ നിങ്ങൾ. 6 7 5 ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ 6ഉം 7ഉം 5ഉം നമുക്ക് ആഡ് ചെയ്യണം. 6ഉം 7ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 13. 13ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 18 എന്ന് കിട്ടും. അപ്പൊ 18ന്റെ 8 എഴുതി, ബാക്കി 1 വെച്ചു അല്ലെ. ദെൻ എന്ത് ചെയ്യണം ഇവിടെ? യെസ്, ഇനി 3ഉം 4ഉം 7ഉം കൂടെ കൂട്ടണം. 3 4ഉം കൂടെ കൂട്ടിയാൽ 7, 7ഉം 7ഉം 14, 14ഉം ബാക്കിയുള്ള 1ഉം കൂടെ കൂട്ടിയാൽ 15 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1588 അല്ലെ. 1588 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ ഈ രീതിയിലല്ലാതെ ഞാൻ മറ്റൊരു രീതിയിൽ ഇത് എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നിങ്ങൾക്ക് പല രീതി ചൂസ് ചെയ്യാം. അതിൽ ഏത് രീതിയാലും കംഫർട്ടായ ചൂസിൽ എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ 3 നമ്പറിനെയും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പോവാണ്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 363 363 300ഉം ഉണ്ട്, 60ഉം ഉണ്ട്, 3ഉം ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, ഡിജിറ്റ് വൈസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാണ്. അതേപോലെ 475 ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 475 ആരൊക്കെ ഉണ്ട്? 400 ഉണ്ട്, 70 ഉണ്ട്, 5 ഉണ്ട്. അതുപോലെ അടുത്തത് 750, അതിൽ 700 ഉണ്ട്, 50ഉം ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യം ഈ 2 നമ്പേഴ്സുകൾ ആഡ് ചെയ്ത് കിട്ടിയ ഉത്തരത്തിനോട് ഞാൻ 3ാമത്തെ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ആ 2 നമ്പറും സ്പ്ലിറ്റ് ആക്കാൻ പോവാണേ. ആദ്യം ഞാൻ ഈ 363 സ്പ്ലിറ്റ് ആക്കാൻ പോവാം. 363 363ല് 300 ഉണ്ട് അല്ലെ. 300 ഉണ്ട്, പിന്നെ ആരുണ്ടടാ? 60 60 ഉണ്ട്, ദെൻ 3 ഉണ്ട്. കണ്ട, ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. നെക്സ്റ്റ് നിങ്ങൾ ആരെ സ്പ്ലിറ്റ് ചെയ്തോ? 475 475 400 ഉണ്ട് അല്ലെ, 400 ഉണ്ട്, പിന്നെ ആരുണ്ട്? 70 ഉണ്ട്, ദെൻ 5 ഉണ്ട്. സോ ഞാൻ ഇതില് 3 ഡിജിറ്റ് ഒക്കെ ഒരുമിച്ച് എഴുതുന്നു, 2 ഡിജിറ്റ് ഒരുമിച്ച് എഴുതുന്നു, 1 ഡിജിറ്റ് ഒരുമിച്ച് എഴുതുന്നു. എന്നിട്ട് നമുക്ക് വേഗത്തിൽ കൂട്ടാൻ പറ്റുമോ നോക്കുകയാണേ. ഓക്കെ, അപ്പൊ 3 ഡിജിറ്റ് ആയിട്ട് കിടക്കുന്നത് ഒന്ന് 300ഉം 400ഉം കണ്ടോ. അത് 3 അക്ക സംഖ്യ, അത് ഞാൻ ഒരുമിച്ച് എഴുതാൻ വേണ്ടി പോവാണേ. 300ഉം അതേപോലെ 400ഉം ഞാൻ ഒരുമിച്ച് എഴുതി. ദെൻ അടുത്തത് ആരാ ഉള്ളത് ഇവിടെ? യെസ്, അടുത്തത് 60ഉം 70ഉം 2 ഡിജിറ്റ് നമ്പേഴ്സാ. സോ അതിനെയും ഞാൻ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് എഴുതിട്ടോ. 60 + 70 കണ്ടോ. ബാക്കിയുള്ള 1 ഡിജിറ്റ് നമ്പർ ഉണ്ട് ഇവിടെ അല്ലെ. 1 ഡിജിറ്റ് നമ്പർ ആരൊക്കെയാ ഉള്ളത്? 3ഉം അതുപോലെ 5ഉം. അപ്പൊ ഞാൻ 3നെയും 5നെയും ഒരുമിച്ച് എഴുതട്ടെ. 3 + 5 കണ്ടോ. ഇനി നമുക്ക് വേഗത്തിൽ കൂട്ടാൻ പറ്റുമോ നോക്കാലോ. കൂട്ടാം അല്ലെ, വേഗം മനക്കണക്ക് വെച്ച് കൂട്ടാം. 300ഉം 700ഉം കൂട്ടിയാൽ എന്റെ കുട്ടികൾക്ക് 300 400ഉം കൂട്ടിയാൽ എന്റെ കുട്ടികൾക്ക് 700 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാകും. ദെൻ അടുത്ത് നോക്കിക്കേ, 60ഉം 70ഉം കൂട്ടിയാൽ എത്ര കിട്ടിയിട്ടുണ്ടാവണം? 130 എന്ന് കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ. 3ഉം 5 കൂട്ടിയാൽ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. സോ ഇനി വേഗത്തിൽ കൂട്ടാലോ, കൂട്ടി എഴുതാലോ. നമുക്ക് എത്ര കിട്ടൂടാ? ദേ 700ഉം 130ഉം 8ഉം കൂടെ കൂട്ടണം. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് 8, ദെൻ 3 8 അല്ലെ, 838 എന്ന് കൂട്ടിയാൽ കിട്ടിയിട്ടുണ്ടാവും. ഈ 2 നമ്പേഴ്സും കൂടെ അല്ലെ, ഈ 2 നമ്പേഴ്സ് കൂട്ടി കിട്ടിയ 838നോട് 3ാമത്തെ 750ഉം കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ 3ാമത്തെ 750ഉം കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതൊരു വേ ഓഫ് അഡിഷൻ ആണ്. സിമ്പിൾ ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനക്കണക്ക് വെച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം കൊടുക്കുന്നത്. നോക്കാം, ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. 838 838ൽ ആരൊക്കെ ഉണ്ടടാ? 800 ഉണ്ട്, 30 ഉണ്ട്, 8 ഉണ്ട് അല്ലെ. ഓക്കെ, 800ഉം ഉണ്ട്, 30ഉം ഉണ്ട്, അതുപോലെ 8ഉം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, 750ൽ ആരൊക്കെ ഉണ്ട്? 700 ഉണ്ട് അല്ലെ. 700 ഉണ്ട്, ദെൻ 50 ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല.
ഒരക്ക സംഖ്യയിലേക്ക് അല്ലെങ്കിൽ 1 ഡിജിറ്റ് നമ്പർ ആയിട്ട് നമുക്ക് അവിടെ ഒന്നുമില്ല, 0 ആണ്. വേണമെങ്കിൽ നിങ്ങൾ 0 എഴുതാട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇതില് നോക്കിക്കേ, നമുക്ക് 3 അക്ക സംഖ്യകളെ ഒരുമിച്ച് എഴുതാം അല്ലെ. 800 അതുപോലെ 700 ഞാൻ ഒരുമിച്ച് എഴുതി. അടുത്തത് ആരാ ഉള്ളത്? 2 ഡിജിറ്റ് നമ്പേഴ്സ്. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആരൊക്കെയാണടാ? 30യും 50യും. കണ്ടോ, 30, 50. അപ്പൊ 30യും 50യും ഞാൻ ഒരുമിച്ച് എഴുതി. ദെൻ നമുക്ക് ആകെ ഒരക്ക സംഖ്യ 8 മാത്രമേ ഉള്ളൂ, അതിനെ മാത്രം ഞാൻ ഒറ്റയ്ക്ക് എഴുതി. ഇനി വേഗം കൂട്ടി നോക്കിക്കേ, 800ഉം 700ഉം കൂട്ടിയാല് 1500 എന്ന് കിട്ടും. അടുത്തതോ 30ഉം 50ഉം കൂട്ടിയാല് 80. ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ 8 ഉണ്ട്. ഇനി ഒരുമിച്ച് കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടൂടാ? 1588 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംശയം വന്നേക്കാം. പക്ഷെ എന്റെ കുട്ടികൾക്ക് എളുപ്പത്തിൽ സ്പീഡില് ഏത് മെത്തേഡാണോ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പല മെത്തേഡുകളിൽ നിങ്ങൾ അതൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക. ഈ 2 മെത്തേഡ് ഒന്നും അല്ലല്ലേ, നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, 3 എണ്ണം അടുപ്പിച്ച് എഴുതിയിട്ടൊന്ന് കൂട്ടി നോക്കി. അപ്പൊ 3 എണ്ണം അടുപ്പിച്ച് എഴുതി കൂട്ടാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്യാം, യെസ് ഈ ട്രിക്കും യൂസ് ചെയ്യാം. അപ്പൊ പല രീതികള് നമുക്ക് എന്താക്കുന്നുണ്ട്, 3 നമ്പേഴ്സ് ഒരുമിച്ച് കൂട്ടുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. 3 എണ്ണം മാത്രമല്ല, ഏത് രീതിയിലും എടുക്കാം. സോ എന്റെ അടുത്ത ചോദ്യം ഇതൊന്നുമല്ല. ഇനി നിങ്ങൾ കമന്റ് ബോക്സിൽ എനിക്ക് പറഞ്ഞു തരേണ്ടത്, ഈ രീതിയിലല്ലാതെ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്ത ട്രിക്കിലല്ലാതെ എന്റെ കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും ട്രിക്കിലൂടെ ഇത് ആഡ് ചെയ്യാൻ അറിയാമെങ്കിൽ അതെന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ പറയണം. സോ ഇത് എളുപ്പമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയ ആ ഒരു രീതി ഏതാണോ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. സോ ഒരുപാട് രീതികൾ നമ്മളെ കമന്റ് ബോക്സിൽ വരട്ടെ, നോക്കാലോ ഏറ്റവും കൂടുതൽ രീതികൾ ആരാണ് നമുക്ക് പറഞ്ഞു തരാന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.